യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, വലതുകരമുയർത്തി യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു. എൻ്റെ പേര് റിൻസി. ഞാൻ വാകത്താനത്തിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു നേഴ്സാണ്. ഞാനും എൻ്റെ അമ്മയും 16 വർഷമായി ഈ പള്ളിയിൽ വരുന്നുണ്ടായിരുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന്. പക്ഷെ 6 വർഷമായിട്ടും ഒന്നും ആകുന്നില്ല. ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, പക്ഷെ ഒന്നും ആകുന്നില്ല. വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്നം, ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സംഭവിക്കാൻ പോവുക. വർഷങ്ങളായിട്ടുള്ള ഒരാഗ്രഹത്തെ ദൈവം ഈ സെപ്റ്റംബർ മാസം ഇന്നത്തെ തീയതിയാ 9-ാം തീയതി കർത്താവ് അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. രണ്ട് തവണ OET എക്സാം എഴുതി, അതും കിട്ടിയില്ല. 2 തവണ കുവൈറ്റ് എക്സാം എഴുതി, അതും കിട്ടിയില്ല. ലോകത്തുള്ള മുഴുവൻ പരീക്ഷ എഴുതി കഴിഞ്ഞു, എന്നിട്ടൊന്നും കിട്ടത്തില്ല. ഹല്ലേലൂയ. പറഞ്ഞ മോളെ. 2 തവണ ഖത്തർ എക്സാമും എഴുതി, അതും കിട്ടിയില്ല. പക്ഷെ ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ മെഡിക്കലൊക്കെ ആവുമ്പോൾ ഒന്നെങ്കിൽ എക്സ്റേക്ക് എന്തെങ്കിലും പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ അതിൽ വിടത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ബ്രദർ എനിക്കൊരു ദേവദൂതനെ പോലെ ഒരു ഏജൻസിയുടെ നമ്പർ തന്നു. ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു CV അയച്ചു തരാൻ പറഞ്ഞു. ഇൻ്റർവ്യൂ ഒക്കെ ആകുമ്പോൾ അവർ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഫെബ്രുവരി 15, 16, 17, 18 ദിവസങ്ങളിൽ ഇൻ്റർവ്യൂ ഉണ്ട് കൊച്ചിയിൽ. അപ്പോൾ ഏതെങ്കിലും ദിവസം വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ 16-ാം തീയതി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 15, 16, 17 ഒക്കെ ഫില്ലാണ്, പിന്നെയുള്ള 18-ാം തീയതിയാണെന്ന് പറഞ്ഞു, ഫെബ്രുവരി 18. അപ്പം ഞാൻ ചോദിച്ചു ശരി സമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ 18-ാം തീയതി ഞാൻ ചോദിച്ചു. അങ്ങനെ നോക്കിയപ്പം അത് ചൊവ്വാഴ്ചയായിരുന്നു ആ ദിവസം. അങ്ങനെ പോയി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ എല്ലാം നന്നായിട്ട് എല്ലാം ചെയ്തു. എന്നിട്ട് 3-4 ആഴ്ച ആയപ്പം അവിടെ ഒരു വിളിയൊന്നും കേട്ടില്ല. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചില്ല. പിന്നെ അങ്ങനെ നീ കേൾക്കുന്നേ? അപ്പൊ ഞാൻ ഏജൻസിയെ വിളിച്ചു. അങ്ങോട്ട് വിളിച്ചു. സെലക്ട് ആയോ ഇല്ലെന്ന് ഇങ്ങോട്ട് വിളി കേട്ടില്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചോണം. ദൈവങ്ങളെ, ദൈവം വിളിക്കുന്ന ഇങ്ങോട്ട് ചിലപ്പോ കേട്ടില്ല, അപ്പൊ അങ്ങോട്ട് വിളിച്ചോണം. ആരോടൊക്കെയാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഹല്ലേലൂയ വിളിച്ചാൽ ദൈവം ഒരു ഉത്തരം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് പറയുമായിരുന്നു കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കരയാതിരിക്കുമ്പോ എന്താന്ന് വിചാരിക്കുന്നത്? വയറ് നിറച്ചിരിക്കാതെ കൊച്ചിന് ഒരു കുഴപ്പമില്ല. കൊച്ചു കരയാൻ തുടങ്ങുമ്പോ അമ്മ പറയും കൊച്ചിന് വിശക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി പ്രാർത്ഥിക്കണം നമ്മൾ. പറഞ്ഞവനെ. അത് കഴിഞ്ഞ് ഞാൻ അവരെ വിളിച്ചു സെലക്ട് ആയോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അവർ ഒരു വൈകുന്നേരം 6 മണിയായപ്പം പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊരു ചൊവ്വാഴ്ചയായിരുന്നു, മാർച്ച് 25 ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിക്ക്. മാർച്ച് 25? 25 മംഗളവാർത്ത പെരുന്നാളിനോ? ഇതാണ് എന്റെ ഓഫർ ലെറ്റർ. ബഹ്റൈൻ MODക്ക് കിട്ടിയതാണ്. എന്ന് മാർച്ച് 25-ാം തീയതി. ഹല്ലേലൂയ. മാർച്ച് 25 ചൊവ്വാഴ്ച. ഹല്ലേലൂയ. മംഗളവാർത്ത പെരുന്നാളുകൾക്ക് ഒരു വിലയുണ്ട് മക്കളെ. ചൊവ്വാഴ്ചയും കൂടി ആയിരുന്നപ്പോ ഇരട്ടി ബ്ലെസ്സിങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമ്പളമൊക്കെ സന്തോഷമാണല്ലോ. സന്തോഷമാണ്. ഹല്ലേലൂയ. അല്ല ശമ്പളമൊക്കെ കൊടുത്ത കർത്താവ് ജോലി കൊടുത്തേക്കുന്നത് ചുമ്മാന്നുമല്ല. ഹല്ലേലൂയ. പറഞ്ഞോ. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു എനിക്ക് നമുക്ക് മെഡിക്കലിന് ഡേറ്റ് എടുക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ വെള്ളിയാഴ്ച എനിക്ക് മെഡിക്കലിൻ്റെ ഡേറ്റ് എടുത്തു തന്നു, മാർച്ച് 28. അപ്പം ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എക്സ്റേക്കകത്ത് കയറിയപ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു പ്രാർത്ഥിച്ച വെള്ളം കുടിച്ച് എക്സ്റേ റൂം വെഞ്ചരിച്ച വെള്ളം എൻ്റെ പൊന്നു കുഞ്ഞാന്നെ കുടിച്ചിട്ട് പോയി എക്സ്റേ എടുത്തു, അത് കഴുകിക്കളയും. വിശ്വസിക്കുന്നവരെ ചെയ്താൽ മതി. ഇന്ന് രാവിലെ ഒരു ചേട്ടൻ മതി സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കണം. ഈ ചേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത് മുമ്പശം സ്ഥലം വാങ്ങിയപ്പോൾ കഴിഞ്ഞ 8 വർഷമായിട്ട് കാത്തിരിക്കും. അവരോട് ചോദിക്കും തരത്തില്ല, അവരോട് ചോദിക്കും തരത്തില്ല. നിങ്ങൾ ചെയ്തേക്കല്ല, ഞാൻ പറയുന്ന പണി നിങ്ങൾ ചെയ്തേക്കല്ല, പിന്നെ ഇവിടെ ബണ്ണ് കാണത്തില്ല. അദ്ദേഹം ആ ചൊവ്വാഴ്ച ഇവിടുന്ന് പോയി ഒരു ബണ്ണും കൊണ്ട് പോയി. പോകുന്ന വഴിക്ക് വീട്ടിലോട്ട് കയറുന്ന വഴിക്ക് ഒരു കുഞ്ഞു കഷ്ണം ബണ്ണെടുത്ത് ആ പറമ്പിലോട്ടിട്ടു. അരമണിക്കൂർ ആ വീട്ടുകാരൻ വന്നിട്ട് ചോദിക്കാം നിങ്ങൾ ആ സ്ഥലം ചോദിക്കാൻ തുടങ്ങി കുറച്ച് ആളായല്ലോ. നിങ്ങൾ ഇന്ന് പറഞ്ഞ രാവിലെ വിമലയിൽ ചേട്ടൻ കണ്ടായിരുന്നോ അതുമല്ലോ? സാറേ
ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞതാ ഇന്ന് ഞാൻ പറഞ്ഞ ചേട്ടാ അരമണിക്കൂർ ഒരു മണിക്കൂർ ആക്കി ചേട്ടാന്ന് പറഞ്ഞു. അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? ഇല്ല അരമണിക്കൂർ വീണ്ടും പ്രശ്നങ്ങളായി. കഴിഞ്ഞ ചൊവ്വാഴ്ച വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. അതേ പറയാം. അരമണിക്കൂർ കഴിഞ്ഞപ്പം ആ പ്രശ്നം പരിഹരിച്ച് ഇന്ന് ആ സ്ഥലം സ്വന്തം പേരിലാന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ആൾക്കാരൊക്കെ സാക്ഷ്യം പറയും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിച്ച ഒരു കാര്യം അമ്മ പറഞ്ഞു, മോളെ വെള്ളം പഞ്ചരിച്ച് ഞാൻ കുടിച്ചു, അത് കഴിയും. എന്നിട്ട് പോയോ? അങ്ങനെ വെള്ളം കുടിച്ച് ഞാൻ എക്സ്റേ റൂമിൽ കയറി. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു പേടിയുണ്ടായിരുന്നു. സൗദിക്ക് ഞാൻ ഇതുപോലെ മെഡിക്കൽ ചെയ്തപ്പം എക്സ്റേക്കകത്ത് പാച്ചസ് കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇത് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് സൗദിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കൊരു നന്നായിട്ട് കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് പാച്ചസ് ഒക്കെ പോകുന്ന എനിക്ക് തോന്നുന്നത്. ഒരു ചേച്ചിക്ക് കത്തിയുള്ളത് ഇതുവരെ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ പറയുന്നല്ല മക്കളെ, ഞാൻ ചുമ്മാ പറയുന്നല്ല, പരിശുദ്ധാത്മ തോന്നിപ്പിക്കുന്ന ഞാൻ പറയുന്നത്. നിങ്ങൾ കുമ്പസാരിക്കോ, നിങ്ങൾക്ക് ഒരു പാച്ചസ് നിങ്ങൾ മെഡിക്കൽ പാസ്സാകും. അങ്ങനെ അമ്മ പ്രാർത്ഥിച്ച വെള്ളം തന്നു. ഞാൻ ആ വെള്ളം അമ്മയാണ് പ്രാർത്ഥിച്ച് വെള്ളം തന്നേ. അമ്മ വെഞ്ചരിച്ചോ? അമ്മ ഉള്ളാവല്ലോ. അമ്മയെന്ന് പിടികൂടണല്ലോ നമുക്ക്. കാരണം അച്ഛനെ കിട്ടില്ല, പിന്നെ അമ്മയല്ലേ വെഞ്ചരിക്കട്ടെ. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ച വെള്ളം എനിക്ക് തന്നു വിട്ടു. ഞാൻ ആ വെള്ളം കുടിച്ച് എക്സ്റേ മുറിയിൽ കയറി. വെള്ളം അപ്പം എക്സ്റേക്കകത്ത് കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കൈയടിച്ച് കൊച്ചെ, ഇതൊക്കെ നിന്റെ കയ്യിലിരിപ്പുണ്ടോ അനുഗ്രഹം എന്ന് പറയുന്നത്. നീ ഇതിങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് അനുഗ്രഹം തായോ അനുഗ്രഹം തായോ അനുഗ്രഹം തായോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ഇറ്റ്സ് ഓൾറെഡി ഗിവൺ. ഹല്ലേലൂയ. ഈ കൃപ നിനക്ക് കിട്ടിയിരിക്കുക. ഇതാണ് എന്റെ എക്സ്റേ റിപ്പോർട്ടും അതിന്റെ റിപ്പോർട്ടും. നോക്കട്ടെ, റിപ്പോർട്ട് കാണിച്ച്, റിപ്പോർട്ട് കാണിക്കും. നോക്കട്ടെ, ഡോക്ടർ നോക്കട്ടെ ഇതൊക്കെ ശരിയാണോ, നീ പറയുന്നതൊക്കെ സത്യമാണോ. നിങ്ങൾ ഇത്രയും പേരിക്കും, നിങ്ങൾക്ക് നോക്കാം. ഡോക്ടർ നോക്കിയിട്ട് പറയും ഇതൊക്കെ ശരിയാണോ എന്നുള്ളത്, കുഴപ്പമില്ല എന്നുള്ളത് കാണിച്ച്. എക്സലന്റ് റിപ്പോർട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. നോർമൽ ചെസ്റ്റ് എക്സ്റേ, നോ എവിഡൻസ് ഓഫ് ആക്റ്റീവ് ട്യൂബർകുലോസിസ്. ഇനി ഒരിക്കലും രോഗം വരത്തില്ലെന്നും കൂടെ എഴുതി വെച്ചിരിക്കുക ഇതിനകത്ത്. ഇങ്ങനത്തെ ഒരു എക്സ്റേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ല, ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന പറയുന്നത്. അവസാനം പറഞ്ഞ് ഞാൻ കൂട്ടിയതാ. ഹല്ലേലൂയ. ഒരു കുഴപ്പമില്ല. നിങ്ങൾ വിശ്വസിക്കുക. എനിക്ക് കർത്താവിന് ഭയങ്കര വിശ്വാസം ഇപ്പം. സത്യമായിട്ട് പറയും, ഇല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് ഇറങ്ങത്തൊന്നുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മോള് പറഞ്ഞ സാക്ഷ്യം നോക്കിയോ മക്കളെ, ഒരു കുഴപ്പമില്ലാതെ മെഡിക്കൽ പാസ്സായി. കഴിഞ്ഞ മെഡിക്കൽ തോറ്റുപോയതാ അല്ലേ? പ്രോബ്ലം ഉണ്ടായിരുന്നു. അതെന്നായിരുന്നു? അത് നേരത്തെ ആയിരുന്നു. ഒരു 4-5 വർഷം മുമ്പ്. അന്ന് ഫെയിലായി പോയി. ഇതെന്തായാലും ഫെയിൽ ആകേണ്ടതാ. പക്ഷെ നോക്കിയേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത്രയും നല്ല ശ്വാസകോശം ഇന്ത്യയിൽ ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. നോക്കണേ, വേണോ? അങ്ങനത്തെ വേണോ? നമ്മൾ ഈ ബസ്സാറ്റിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് മുഴുവൻ ഇങ്ങനെ ഈ നാട്ടിലെ മുഴുവൻ പൊടിയാണോ എല്ലാം കാണും. നമ്മൾ ഇന്ത്യക്കാരും മലയാളികളും കോട്ടയംകാരായതുകൊണ്ട് നമുക്ക് അസുഖം വരാത്തത്. ഒരു സാഹിബ് അങ്ങനെ ഇവിടെ നിന്ന് സാഹിബ് അന്നേരം മരിച്ചു വീഴും. നമ്മുടെ ലങ്സിന് അത്രയും ബലമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഇതങ്ങനത്തെ ലങ്സ് അല്ല. ഇത് ഇന്ത്യയിൽ ഇതുപോലത്തെ ലങ്സ് കിട്ടാനില്ല. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു എങ്കിൽ നമുക്ക് എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എംബസി അറ്റസ്റ്റേഷനുള്ള സർട്ടിഫിക്കറ്റ് അയച്ചു കഴിഞ്ഞു. ഇവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങിയ ഉടനെ എനിക്ക് എംബസി അറ്റസ്റ്റേഷനും അതും ചെയ്ത് സഹായിച്ചു തന്നു. അതും ജൂൺ 17 ചൊവ്വാഴ്ച. അതും തെളിവ് തരാ നമ്മൾ വിശ്വസിച്ച്. തെളിവ് ഫോണിൻ്റെ അകത്ത് പോട്ടെ, തെളിവുണ്ട്. അതും ചൊവ്വാഴ്ച പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പറഞ്ഞു നമുക്ക് ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്തോടെ തുടങ്ങിയപ്പം എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ മുമ്പോട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക, അച്ഛൻ ഇരിക്കുക പറഞ്ഞു ബൈബിൾ എഴുതാൻ തുടങ്ങാൻ പറഞ്ഞു. അപ്പം നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങ് അത് കേട്ട് എൻ്റെ അമ്മ ബൈബിൾ എഴുതാൻ തുടങ്ങി. വിശുദ്ധ ബൈബിൾ എഴുതാൻ തുടങ്ങിയോ? ഹല്ലേലൂയ. അമ്മ ഉരുള നേർച്ചയായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അമ്മ ബൈബിൾ എഴുതാന്ന് എഴുതാൻ ഞാൻ അമ്മ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഞാൻ എഴുതിക്കൊള്ളാമെന്ന് തീരുമാനം എടുത്തായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അമ്മ യോഹന്നാന്റെ സുവിശേഷം എഴുതി കഴിഞ്ഞ് അമ്മ പറഞ്ഞു നീ അച്ഛനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനെ കാണിച്ചു. ഞാൻ പിന്നെ അച്ഛൻ പറഞ്ഞു അടുത്ത വെളിപാട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു.
അങ്ങനെ അച്ഛനടുത്ത വേലത്തരം കൊണ്ട് വരുന്നത്. അടുത്ത വെളിപാട് എഴുതി കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ വെളിപാട് എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പയ്യെ ഡേറ്റ ഫ്ലോ തടസ്സങ്ങൾ മാറാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരിച്ചാൽ നീ അഭിഷേകം പ്രാപിക്കും പൈതലേ. അനുസരിച്ച് നോക്കി ഉടനെ എഴുതാന്ന് വെളിപാടം കൊണ്ട് എഴുതാൻ തുടങ്ങി. ദൈവങ്ങളെ എന്നോട് ചിലര് പറയുക, അച്ഛൻ പറയുന്നത് ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കുന്നവരാ ഞങ്ങളെന്ന്. അവങ്ങളെ ഇതൊക്കെ കേൾക്കുമ്പോഴുള്ള ചങ്കിനകത്ത് ഇങ്ങനെ വലിയ എന്നാ പറയുന്നത്, ആറ്റം ബോംബ് ഇടുന്നൊരു അനുഭവമാണ്. ചങ്ക് പറയുക, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്ത് കഴിയുമ്പോഴേ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഹല്ലേലൂയ. എനിക്കറിയാം, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ആ വീട്ടിലെ ചേച്ചി ഒരു നേരം ഭക്ഷണം കഴിച്ച് നോയമ്പെടുത്തിരിക്കുക. വർഷങ്ങളുടെ എണ്ണമൊക്കെ ഞാൻ 6-7 കൊല്ലം മിനിമമാണ്. തലയുറ്റി വീണില്ലെന്നേ ഉള്ളൂ. ഞാൻ എന്നോ പറഞ്ഞു, നിന്റെ യോഗം സംഭവിക്കാൻ നീ നോയമ്പെടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ ചേച്ചി മകൾക്ക് വേണ്ടിയോ മകന് വേണ്ടിയിട്ടെങ്ങാണ്ടോ 6-7 കൊല്ലം ഒരു നേരം ഭക്ഷണം കഴിച്ചു. വീട്ടിലെ മുഴുവൻ പണിയും ചെയ്യേണ്ട ചേച്ചിയല്ല, ചുമ്മാ ഇരിക്കുന്ന ചേച്ചിയൊന്നുമല്ല. നമ്മളെന്താ പറയുക, അഭിഷേകം എന്ന് പറയും. അതിന് ഈ അഭിഷേകം എന്നൊക്കെ പറയണത് കർത്താവ് ഒരു കൃപ കൊടുത്തു. അവർക്ക് വിഷമോ സങ്കടമൊന്നുമില്ല. ഇത് കഴിക്കാത്തതുകൊണ്ട് ഒരു സങ്കടവും ഇല്ല, ഒരു കൊതിയില്ല, ഒരു ആർത്തിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൃപയാണ്. കൊതിയൊക്കെ പിടിച്ചാണ് ചില മനുഷ്യന്മാർ പിശാച് പിടിച്ചത്. കൊതി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാവം, അറിയാമോ അത്? ഹല്ലേലൂയ. ഗ്ലട്ടണി, കൊതി, ആർത്തി, തീറ്റപ്പണ്ടാരം, ഈ സാധനം അത്. നമ്മളെ ഈ സാധനം ഇത് പിശാചിൻ്റെ. നമുക്ക് ചില കാര്യങ്ങൾ ഒത്തിരി വേണ്ടെന്ന് നോക്കണം. ഒരു വർഷത്തിൽ ഞാനിത് കഴിക്കത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ത്യാഗം എടുത്തു. പറഞ്ഞ വെളിപാട് എഴുതി. വെളിപാട് എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞ് യോഹന്നാന്റെ 1, 2, 3 ലേഖനം എഴുതാൻ തീരാറായപ്പം എന്റെ ഡേറ്റ ഫ്ലോ പകുതി കംപ്ലീറ്റ് ആയി വന്നു. അങ്ങനെ ജൂൺ 16 എന്റെ ഡേറ്റ ഫ്ലോ റെഡിയായി റിപ്പോർട്ട് കിട്ടി. ജൂൺ 16 ചൊവ്വാഴ്ച ആയിരുന്നോ? അല്ല, വെനസ്ഡേ. ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടുള്ള ദിവസമായിരുന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ചിലപ്പം ഓഗസ്റ്റ് 15 ചിലപ്പം ടിക്കറ്റ് വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിന് മുമ്പ് പറഞ്ഞു ചിലപ്പോൾ റിൻസിയുടെ ഡേറ്റ ഫോം കുറച്ച് താമസിച്ചായതുകൊണ്ട് വിസയും കുറച്ച് ലേറ്റ് ആയിട്ടേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസയും വന്നു. കൈ അടിച്ച് താമസിക്കുന്ന വിസ ഓടി വന്നിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് ചിലപ്പം 15. അപ്പോൾ ഞാൻ നോയമ്പ് എടുക്കുന്നുണ്ടായിരുന്നു 15 ദിവസവും. അപ്പം 15ാമത്തെ ദിവസം നോയമ്പൊക്കെ എടുത്ത് കുർബാനയൊക്കെ അനുഭവിച്ചിട്ടേ പോകാവുള്ളൂ പറ്റുന്നു. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പം അടുത്ത മാസത്തെ തന്നെ ആകുമെന്ന് ടിക്കറ്റ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത മാസം 8 നോയമ്പാണ്. എനിക്ക് മറകാട്ടുപള്ളി പോലെ റാസിക്ക് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊരു പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പം ടിക്കറ്റ് 8-ാം തീയതി, സെപ്റ്റംബർ 8-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 8-ാം തീയതി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. 8-ാം തീയതി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് 8 ഇത് മാസം കൂടാൻ പറ്റുമല്ലോ. അങ്ങനെ എനിക്ക് ടിക്കറ്റ് വന്നു. ഈ മാസം 11-ാം തീയതി ഞാൻ ബഹ്റിന് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നെ അത്ര സ്നേഹിക്കുന്നുണ്ട് വെച്ചേ. അവങ്ങളെ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പേഴ്സണലി ഈച്ച് വൺ ഓഫ് യു ഈസ് ബീങ് സോ മച്ച് ലവ്ഡ് ബൈ ക്രൈസ്റ്റ്. മക്കളെ ഇവിടെ ഓരോ നിങ്ങൾക്ക് എണ്ണാൻ പറ്റത്തില്ല വെച്ചേ, നിനക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. വ്യക്തിപരമായി ആരെക്കാളും കൂടുതൽ നിന്റെ ദൈവത്തിനെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം 11-ാം തീയതി ഈ സെപ്റ്റംബർ 11 7:20 എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ഞാൻ ബഹ്റൈന് പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. നിന്റെ നിയോഗങ്ങൾ, നിന്റെ ജോലി, നിന്റെ ഭാവി ജീവിതം, നിന്റെ കുടുംബം, നിന്റെ പ്രിയപ്പെട്ടവര് ഈ ആൾക്കാരെ നിന്ന് എന്ത് പ്രാപ്തികൾ സംഭവിക്കട്ടെ. ഈശോയുടെ അഭിഷേകം പൊന്നുമോളെ നിന്റെ മേലുണ്ടാവട്ടെ. കർത്താവ് വലിയ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, പ്രാർത്ഥന നിർത്താതെ പ്രാർത്ഥിച്ചുകൊള്ളുക, ദൈവത്തിൽ ആശ്രയിച്ചുകൊള്ളുക. തന്നെ ആശ്രയിക്കുന്നവരെ അവന് ഇവിടുന്ന് വെറും കൈയായി വിടില്ല. ഹല്ലേലൂയ. വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈ
കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ